മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളോട് കൈകോർക്കാൻ നേതൃത്വം വഹിച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ആവശ്യമെങ്കിൽ സഹകരണം ഇനിയും തുടരുമെന്നും സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. നിലപാടിൽ മാറ്റമില്ല എന്ന തലക്കെട്ടോടെ സംസ്ഥാന മുഖപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശം. അനഘ ഹർഷൻ ചേർന്ന വിവരങ്ങളുമായി. അനഘ, എന്തൊക്കെ നിലപാടുകൾ തുടരും എന്നാണ് വ്യക്തമാകുന്നത്? വീണ, മുസ്ലിം മതപണ്ഡിതരുടെ സംഘടനയാണ് സമസ്ത. ഈ സമസ്ത മുൻകാലങ്ങളിൽ സ്വീകരിച്ച നിലപാട്, അതായത് ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, ഈ രണ്ട് സംഘടനകളുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടാവില്ല, ഈ സംഘടനകളെ അകറ്റി നിർത്തേണ്ടതാണ് എന്ന് തന്നെയായിരുന്നു സമസ്തയുടെ നിലപാട്. എന്നാൽ ആ നിലപാടിൽ മാറ്റമുണ്ട്. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയുമായി എന്ന തീവ്ര സംഘടനയുമായി പലപ്പോഴും തങ്ങൾ കൈകോർത്തിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് സമസ്ത അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. അതായത് ഈ സമസ്ത എല്ലാ കാലത്തും മുജാഹിദ് അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർത്തിട്ടുണ്ട്, അവരുമായി എല്ലാ രീതിയിലും സഹകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ അഭിമുഖത്തിൽ സമസ്ത അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ഏക സിവിൽ കോഡ്, വഖഫ് പൗരത്വ നിയമ ഭേദഗതി പോരാട്ടം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പമാണ് തങ്ങൾ നിന്നത് എന്ന് പരസ്യമായി തന്നെ ഈ സമസ്ത അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് സമസ്ത എടുത്തൊരു നിലപാടുണ്ടായിരുന്നു, സമസ്ത പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം പറഞ്ഞൊരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടുകൾക്കൊക്കെ തന്നെ വിരുദ്ധമായ നിലപാടാണ് സമസ്ത പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് മറച്ചു വെച്ചുകൊണ്ടായിരുന്നു സമസ്ത ഇത്രയും കാലം തങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് സംഘടനകളെ തങ്ങൾ അകറ്റി നിർത്തും എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെറുതെ പറയുകയായിരുന്നു എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം സമസ്ത അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെയാണ് ഇന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സമസ്ത മുഖപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്, അതായത് ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, ഈ രണ്ട് സംഘടനകളുമായി തങ്ങൾ കൈകോർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. ഇനി അങ്ങോട്ടും അത്തരത്തിലൊരു സഹകരണം ഈ രണ്ട് സംഘടനകളുമായി ഉണ്ടാകും എന്ന് തന്നെയാണ് സമസ്ത തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി, അതായത് 2047 ഒരു ഭാരതത്തെ മുസ്ലിം രാജ്യമാക്കുമെന്ന് പറയുന്ന മത തീവ്രവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ചങ്ങാത്തം കൂടാൻ തങ്ങളുണ്ട് എന്ന സമസ്ത, അതായത് മുസ്ലിം മതപണ്ഡിതരുടെ സംഘടനയായ സമസ്ത ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തുറന്ന് സമ്മതിക്കുകയാണ് എന്നാണ് ഈ മുഖപ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണ. മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ, അതായത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷവും CPM അതുപോലെ തന്നെ കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയുമായി എല്ലാ കാലത്തും ബന്ധം പുലർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സമസ്തയും, അതായത് സമസ്തയ്ക്കും ഈ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുമായി കൃത്യമായ ഒരു ബന്ധം, അടുപ്പം ഉണ്ടായിരുന്നു. അത് തുറന്ന് സമ്മതിക്കുക കൂടി ചെയ്യുകയാണ് സമസ്ത അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒടുവിൽ വീണ.